വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അറബിക് സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കിട്ടിക്കാൻ ടേസ്റ്റുള്ളൊരു അറബിക് സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല വെറൈറ്റി റെസിപ്പിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നല്ലൊരു റെസിപ്പിയാണ്. ഇതുവരെ ആരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലെന്നാണ് തോന്നുന്നത്. ഒരു അറബിക് സ്വീറ്റാണ്. ഇനിയിപ്പോൾ റംസാനൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ അതിലേക്ക് നമുക്ക് പുതിയ വെറൈറ്റി കുറച്ച് സ്വീറ്റ്സൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ചേരുവകളിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml ഒരു കപ്പിൽ മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അളവുകളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് 1/2 കപ്പ് നമ്മുടെ റവ ഉണ്ടല്ലോ, 1/2 കപ്പ് റവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊരു ഡഫ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾക്ക് മധുരം ഒരുപാട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ മധുരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശരിക്കും നല്ലൊരു റെസിപ്പിയാണ്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് 1/4 കപ്പ് ഗീ ആണ്. അതായത് ഞാൻ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തോ നെയ്യോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഗീ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഗീ ഇല്ലെങ്കിൽ ഓയിൽ, സൺഫ്ലവർ ഓയിലാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കില്ല, അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ആ നെയ്യൊക്കെ ആ ഫ്ലോറിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു റെസിപ്പിയാണ്. ഇവിടെ അറബിക് ഫുഡാണിത്. അറബിക് നല്ലൊരു സ്വീറ്റാണിത്. ഞാനിത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ആ സോഫ്റ്റ് പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അത്രേ വേണ്ടൂ. കുറേശ്ശെ വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതാ നമ്മൾ ആ ചപ്പാത്തിയുടെ ആ സോഫ്റ്റായിട്ട് അതിനെ നന്നായിട്ട് നമുക്ക് കുഴച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ഇട്ടത് കൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരുപാട് നേരമൊന്നും വേണ്ട. ഒരു 20 മിനിറ്റോളം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്തായാലും ഒരു 10-20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാ എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇപ്പം നന്നായിട്ട് പൊങ്ങി കിട്ടാൻ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ 20 മിനിറ്റേ വെച്ചുള്ളൂ. നമുക്ക് അതിൻ്റെ ആവശ്യമേ. എന്നിട്ട് ഞാൻ ആ ഡഫ് എടുത്തിട്ട് നല്ല കുഞ്ഞായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഉരുട്ടി വെക്കത്തില്ലേ, അതുപോലെ ഓരോന്നോരോന്നായിട്ടൊന്ന് ഉരുട്ടി വെക്കുന്നുണ്ട്. നമുക്കൊരു ഷേപ്പിൽ അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയ രീതിയിൽ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേറൊരു സംഭവം വെച്ചിട്ട് ജസ്റ്റ് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ ഓരോരോ ഉരുളയായിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇത്രയും ഉരുളയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കിനി വേറൊരു ഷേപ്പിലായിട്ട് ആക്കി കൊടുക്കണം. അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഡഫ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു 20 മിനിറ്റോളം വെച്ചപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി തന്നെ അതിൽ ഓരോ ഉരുള എടുത്തിട്ട് ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഒരു ചെറിയ ഷേപ്പാക്കണം. ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ട് നമ്മുടെ വെജിറ്റബിൾ സ്ലൈസർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് വെജിറ്റബിൾ സ്ലൈസർ വെച്ചിട്ട് നമ്മൾ താഴത്തെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. നല്ല ഭംഗിയാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ വറുത്ത് വരുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ട്
ഞാൻ അങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ഉരുള എടുത്തിട്ട് ഞാൻ ഓരോന്നോരോന്ന് അതേ രീതിയിൽ സ്ലൈസറിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടുമ്പോൾ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാനിത് ഷേപ്പായിക്കൊണ്ടിരുന്നപ്പോൾ ചെറുതായിട്ട് ഡഫ് ഒന്ന് പൊടിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ വരുമ്പോഴത്തേക്കും നമ്മൾ വെജിറ്റബിൾ സ്ലൈസർ എടുത്തിട്ട് താഴത്തെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സെയിം ആ ഷേപ്പിലുള്ളൊരു സ്വീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഷേപ്പ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് അതേപോലെ എടുത്ത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈമൊന്ന് വെക്കുക, അത്രയേ വേണ്ടൂ. അല്ലാതെ എല്ലാം വളരെ സിമ്പിളാണ്. അതങ്ങനെ ഓരോന്നും ഞാൻ അതേ ഷേപ്പിലായിട്ട് സ്ലൈസർ വെച്ചിട്ട് തന്നെ ഞാൻ അതേ ഷേപ്പിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഷേപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഡിഷാണ്. നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ തന്നെ ഞാൻ എല്ലാം ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ, ഒരു വെറൈറ്റി ഷേപ്പിൽ കോണൊക്കെ പോലെയല്ലേ, കോണിൻ്റെ ഷേപ്പ് പോലെ, കോണിൻ്റെ പുറം ഭാഗം ഇരിക്കുന്ന പോലെയല്ലേ. അപ്പോൾ നല്ല രസമില്ല. അതായത് ആ ഒരു കറക്റ്റ് ആ സ്ലൈസിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് പ്രസ് ചെയ്തപ്പോൾ അതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത്രയേ വേണ്ടൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുക്കുമ്പം തന്നെ നമ്മൾ ഈസ്റ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അധികം എണ്ണയൊന്നും പിടിക്കത്തില്ല. ഒരുപാട് എണ്ണയിലിട്ടവർക്ക് അത് കുറച്ച് എണ്ണയിലിട്ട് വറുത്തെടുക്കുക. അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കത് കിട്ടും. അതിനുശേഷം നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്. ശരിക്കും നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് എൻ്റെ ചാനലിൽ വരുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളതും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു പാനീയം ഉണ്ടാക്കുന്നുണ്ട്, അതിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈന്തപ്പഴം ഉണ്ടല്ലോ, ഈന്തപ്പഴം പേസ്റ്റായിട്ട് കിട്ടും, നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഈന്തപ്പഴം പേസ്റ്റായിട്ട് നിങ്ങളുടെ ഈന്തപ്പഴം ഇല്ലെങ്കിൽ ഈന്തപ്പഴം കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് ഹണിയാണ്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ആവുവോളം ഹണി ഒന്ന് ചേർത്ത് കൊടുക്കുക. അത്രയും വേണ്ടൂ. അങ്ങനെ നമ്മുടെ സിറപ്പ് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഒരുപാട് കുറുക്കി വരണ്ട. നമ്മളങ്ങനെ പറ്റിച്ച് അത്രയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്വീറ്റിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ് ചൂടോടെ തന്നെ. എന്നിട്ട് ഒരു ഒരു മണിക്കൂറോളം ജസ്റ്റ് ഒന്ന് അതിലിട്ട് വെക്കുക. അതിലിട്ട് വെക്കുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ആ സ്വീറ്റെല്ലാം സ്വീറ്റിൽ പിടിച്ചെടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ജസ്റ്റ് ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല കിട്ടിയ ടേസ്റ്റാണ്. നിങ്ങൾ വെറൈറ്റി ഒരു ടേസ്റ്റാണ്. അറബിക് സ്വീറ്റിനായിട്ട് എല്ലാം ഇതുപോലെ നല്ല മധുരമായിരിക്കും. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതൊക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അരമണിക്കൂറിന് ശേഷം ആ പാനീയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണിത്. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ ആ മധുരം എല്ലാം വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല സ്വീറ്റും നല്ല സോഫ്റ്റും ആയിട്ടും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും സിമ്പിളല്ലായിട്ടുള്ള റെസിപ്പി അല്ലേ. സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേഗം ഉണ്ടാക്കാനും പറ്റും. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.